ഐറ്റംസുകളും ചോക്ലേറ്റുകളും കുട്ടിക്ക് ആവശ്യമായ സാധനങ്ങൾ വാങ്ങിക്കുന്നതും കാര്യങ്ങളാണ് നിങ്ങൾ ഈ കാണുന്ന വീഡിയോ. ഇനി നിങ്ങൾക്ക് എന്താണ് അറിയേണ്ടത്? ഒരു ഷീറ്റ് ഇട്ടിട്ട് അവിടെയാണ് ഞാൻ നിൽക്കാറ്. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ എന്നോട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് അവള് വോയിസ് എൻ്റെ കയ്യിൽ ഇല്ലാണ്ടായിപ്പോയി. ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാൻ വേണ്ടിയിട്ട്. ഹായ് ഗൈസ്, നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് അങ്ങനെ ഫൈനലി ശൈല ചേച്ചിയുടെ CCTV വീഡിയോ ക്ലിപ്പിംഗ് സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം നല്ല വൈറലായിരിക്കുകയാണ്. വീഡിയോ കണ്ട സമയത്ത് ഞാനും കരുതി 2 വാക്ക് പറയാണ്ടിരിക്കാൻ പറ്റുമോ. പക്ഷേ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞാൻ ആ വിഷയം റിയാക്ട് ചെയ്തു. ഒന്നാമത് ഞാനത് റിയാക്ട് ചെയ്യാൻ ഭയങ്കര ലേറ്റായി. ഞാൻ തൃശ്ശൂർ പോയ സമയത്തായിരുന്നു ഈ ഒരു കോൺട്രവേഴ്സി ഉണ്ടായത്. അത് കഴിഞ്ഞ് ഞാനത് റിയാക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു 2-3 ദിവസം ഞാൻ ഈ പരിസരത്ത് പോയില്ല. അപ്പോഴേക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് കോൺട്രവേഴ്സികളും വർത്തമാനങ്ങളും റിയാക്ഷനും കമൻറ്റും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ഫസ്റ്റ് യൂണിവേഴ്സ് തൊട്ടിട്ട് ഇത് ആരംഭിക്കേണ്ടതുകൊണ്ട് ചിലപ്പോൾ ഒരു ലെങ്തി വീഡിയോ ആവാനുള്ള ചാൻസ് ഉണ്ട്. മേ ബി എൻ്റെ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും ചിലപ്പോൾ കരുതും ഇതെന്താണ് ചേച്ചി ഇത്രമാത്രം കാണാൻ, ഒളിച്ചോട്ടം, സാധാരണ ഒരു പരദൂഷണ കഥ, ഇതൊക്കെ കേട്ടിട്ട് നമുക്ക് എന്താ. അങ്ങനെ നിങ്ങൾ വിചാരിക്കരുത്. ഞാൻ എന്തെങ്കിലും ഒരു വീഡിയോ സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു ഗുണമുണ്ടാവും. അപ്പം എങ്ങനെ ഒരു കുടുംബ ബന്ധം ഫ്രണ്ടിലോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാം, ഭർത്താവും ഭാര്യയും തമ്മിലുണ്ടാവുന്ന ഈ ക്ലാഷുകൾ, അത് ചില ക്ലാഷുകൾ ഭർത്താവ് അറിയില്ല, ചില ക്ലാഷുകൾ ഭാര്യ അറിയില്ല. ഈ ക്ലാഷുകളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മിക്സപ്പ് ചെയ്ത് കൊണ്ടുപോയാൽ മാത്രമേ ഒരു കുടുംബ ബന്ധം നല്ല രീതിയിൽ ഫ്രണ്ടിലോട്ട് പോകും. അതിനെക്കുറിച്ചൊക്കെ ഞാൻ കുറച്ച് കാര്യങ്ങൾ ഈ വിഷയത്തിൽ ഞാൻ സംസാരിക്കുന്നുണ്ട്. അപ്പം എൻ്റെ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും അതിൻ്റെ കൂടെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് കൂടെ രേഖപ്പെടുത്താനും മറക്കരുത്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഓക്കെ, അപ്പോൾ നമ്മളത് സംസാരിക്കാൻ പോകുന്ന വിഷയം അറിയാത്തവർക്കുണ്ടെങ്കിൽ ഞാൻ ആദ്യം തൊട്ട് ഞാൻ കാര്യം എന്താണെന്നുള്ളത് പറഞ്ഞുതരാം. ഷെഹല അറിയാലോ, ഫുൾ പേര് എന്തായിരുന്നു ഈശ്വര? ഷെഹല ഷെറിൻ, ബാലുശ്ശേരിക്കാരി. കല്യാണം കഴിഞ്ഞു, 8 കൊല്ലമായി കല്യാണം കഴിഞ്ഞിട്ട്. ഒരു മകനുണ്ട്. ഭർത്താവ് ഗൾഫ് പോയിട്ട് 4 കൊല്ലം. അതിൽ 2 കൊല്ലം കഴിഞ്ഞ് മൂപ്പരൊന്ന് വന്നുപോയി. അത് കഴിഞ്ഞ് 2 കൊല്ലം കഴിഞ്ഞ് മൂപ്പർ വരാനിരിക്കെ ഒരാഴ്ച മുമ്പ് മൊബൈൽ നന്നാക്കാൻ പോയ മൊബൈൽ ഷോപ്പ് കടക്കാരനുമായിട്ട് ഒളിച്ചോടിപ്പോയി. അത് ഏറ്റവും വലിയ പ്രത്യേകത. മൊബൈൽ ഷോപ്പ് കടക്കാരന് ഭാര്യയും 3 കുട്ടികളും ഉണ്ട്. അപ്പോൾ 3 കുട്ടികളെയും ഭാര്യേനെയും ഒഴിവാക്കി വന്ന ഇവനും ഭർത്താവ് വരാനിരിക്കെയുള്ള കുട്ടീനെയും കൂടെ പെറുക്കിപ്പോയവർ 2 പേരും കൂടി അങ്ങ് ഒളിച്ചോടിപ്പോയത്. ഇതൊന്നും അറിയാണ്ട് ഭർത്താവ് വേഗം നാട്ടിൽ വരുന്നു, മിസ്സിംഗ് കേസ് ഫയൽ ചെയ്യുന്നു. മിസ്സിംഗ് കേസ് ഫയൽ ചെയ്തതോടുകൂടി ഇവർ ഒളിച്ചോടിയതാണ് എന്നുള്ളൊരു സാധനം അറിയുന്നു. പ്രവാസിയുടെ ഭാര്യ, ഒരു മുസ്ലിം സ്ത്രീ എന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ഈ ഒരു സാധനം നല്ല രീതിയിൽ കത്തിക്കേറിയിട്ടുണ്ട്. ആൻഡ് ഞാൻ ആദ്യം തന്നെ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണ്. ഈ വീഡിയോയിൽ ഇനി ഞാൻ പറയാൻ പോകുന്നത് എന്തുകൊണ്ടാണ് ഷൈല ഷെറിൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇങ്ങനൊരു തീരുമാനം എടുത്തത്. ആൻഡ് അവൾ അനുഭവിച്ച കുറേ കാര്യങ്ങൾ അവളുടെ ഒരു സുഹൃത്ത് ഡാനി സത്യൻ എന്ന് പറയുന്ന യൂട്യൂബറിൻ്റെ അടുത്ത് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പക്ഷേ ആദ്യം തന്നെ എൻ്റെ സ്റ്റാൻഡ് പറയാം. ഇനി ഭർത്താവ് തല്ലുന്നവനാണെങ്കിലും കച്ചറുണ്ടാക്കുന്നവനാണെങ്കിലും തെറിവിളിയാണെങ്കിലും ഇവൻ കള്ളും കഞ്ചാവും അടിക്കുന്നവനാണെങ്കിലും ഇനി എന്ത് വൃത്തികെട്ടവനാണെങ്കിലും കല്യാണം കഴിച്ച ഒരു ഭർത്താവിൻ്റെ കൂടെ ജീവിക്കുന്ന സമയം ഭർത്താവ് വരാനിരിക്കെ ഭർത്താവിനെ പറ്റിച്ചുകൊണ്ട് ഭർത്താവ് വാങ്ങിത്തന്ന 15 പവൻ സ്വർണം എടുത്തുകൊണ്ട് പുറത്തോട്ട് ചാടി പോകുന്നതിനോട് ഞാൻ യോജിക്കുന്നേയില്ല. ഷൈല അനുഭവിച്ച കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാവുന്നു, ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നു, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എൻ്റെ അഭിപ്രായം പറയുന്നു. പക്ഷേ ഇന്ന കാരണത്തിൻ്റെ പേരിൽ ഞാൻ ഒളിച്ചോടി പോയി എന്ന് പറയുന്ന ഒരു സാധനത്തിനോട് എനിക്ക് ഒട്ടും യോജിക്കാൻ പറ്റില്ല. ഇനി നിങ്ങൾ അതിന് എന്ത് എക്സ്പ്ലനേഷൻ തന്നാലും, ഇനി ഭർത്താവ് തല്ലിയ ഫുട്ടേജസ് വരെ മേലും കൊണ്ടുപോയി കാണിച്ചാലും, ഭർത്താവ് മാനസികമായി വിഷമിപ്പിക്കുന്ന രീതിയിലുള്ള തെറിയുള്ള ഓഡിയോസ് കേൾപ്പിച്ചാലും ഞാൻ ഇതിനോട് യോജിക്കില്ല. അവൻ അത്രയും വൃത്തികെട്ടവനാണെങ്കിൽ അവനെ ഡിവോഴ്സ് ചെയ്ത് പോകണമായിരുന്നു, എന്നിട്ട് കല്യാണം കഴിക്കണമായിരുന്നു. അല്ലാണ്ട് അവനെ കൂടെ നിർത്തി അവൻ വരാനിരിക്കെ അവനെ പറ്റിച്ചുകൊണ്ട് പോകുന്നതിനെ നമുക്ക് ഒരിക്കലും സമ്മതിക്കാൻ പറ്റില്ല. അപ്പോൾ ഡാനി സത്യനാണ് കുറച്ച് ഓഡിയോസ് നമുക്ക് സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം ഇട്ടത്. ആ ഓഡിയോസ് പോകുന്നതിന് മുമ്പ് ഇപ്പോൾ വൈറലായിട്ടുള്ള ഒരു CCTV ഫുട്ടേജ് നമുക്കൊന്ന് നോക്കാം. ഇവളെ ഒളിച്ചോടി പോയതാണോ, അല്ല അവൾ ആരെങ്കിലും തട്ടിക്കൊണ്ടതാണോ, അല്ലെങ്കിൽ അവള് അവിടെ എവിടെയെങ്കിലും പോയി നിന്നതാണോ, അല്ലെങ്കിൽ ഈ ഭർത്താവിന്റെ പീഡനങ്ങൾ സഹിക്കാൻ പറ്റാതെ പോയതാണോ എന്നൊക്കെ പറഞ്ഞിട്ട് അലമൊളി വിളിക്കുന്ന ഒരുപാട് ഓൺലൈൻ ആങ്ങളമാരുണ്ടായിരുന്നു. അവർ ചോദിച്ചത് കാരണം പോലീസ് നീയാണോ ജഡ്ജി, നീയാണോ തീരുമാനിക്കുന്നത്, അവൾ ഒളിച്ചോടി പോയതല്ല, അവൾ ഇങ്ങനെ പോയതാണ് അങ്ങനെ പോയതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡയലോഗ് അടിച്ചിട്ട് വന്ന ഒരുപാട് അവന്മാർക്കുള്ള മറുപടിയാണ് ഈ CC ക്യാമറ ദൃശ്യങ്ങൾ. ഈ CC ക്യാമറയിൽ ഈ വ്യക്തിയോടൊപ്പം ഈ സ്ത്രീ ഒരു ബേക്കറിയാ സൂപ്പർ മാർക്കറ്റിൽ പോയി സാധനങ്ങൾ വാങ്ങിക്കുന്നതും കുട്ടിക്ക് ഐസ്ക്രീം അടക്കം വാങ്ങിച്ചു കൊടുക്കുന്നതുമായിട്ടുള്ള വീഡിയോസ് ആണ് ഇപ്പൊ ഈ കാണുന്നത്. അപ്പം ഈ കാണുന്ന വീഡിയോസ് നിങ്ങൾ കണ്ടല്ലോ. ഇപ്പം
ഇതാണ് ഇതിന്റെ തെളിവ്. ഇവള് ഒളിച്ചോടി പോയതാണ് എന്നുള്ളത് ഉറപ്പായ കാര്യമാണ്. ഞാനൊരു വീഡിയോ ഇടുന്നുണ്ടെങ്കിൽ അതിന്റെ വ്യക്തമായ തെളിവുകളും അതിന്റെ ആളുകളിൽ നിന്നുള്ള ഇൻഫർമേഷനും കാര്യങ്ങളും പ്രകാരമാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അല്ലാതെ വെറുതെ വന്നിട്ട് നിങ്ങളോട് ഇങ്ങനെ ഡയലോഗ് അടിച്ചിട്ട് പോകുന്നതൊന്നുമല്ല. ഈ ഒരു വീഡിയോ ആണ് ഇന്ന് രാവിലെ തൊട്ട് ഞാൻ ഒരുവിധം എല്ലാ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. വീഡിയോ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാം, ഏതോ ഒരു ഹോട്ടലിനുള്ളിൽ ഈ ഷഹലയും ഈ ഒളിച്ചോടി പോയിട്ടുള്ള ഈ ചെങ്ങായും കൂടെ ഒരുമിച്ച് നിന്ന് എന്തോ ബേക്കറി വാങ്ങുക. വീഡിയോയുടെ സൈഡിൽ കാണാൻ പറ്റും ഷഹല വളരെ കംഫോർട്ടബിൾ ആയിട്ട് വന്നിട്ട് പുള്ളീനെ ഇങ്ങനെ ബാക്ക് കൂടെ ഇങ്ങനെ പിടിക്കുന്ന ഒരു സാധനമൊക്കെ ഉണ്ട്. ഇത് ഒളിച്ചോടി പോയതല്ല എന്നുള്ളൊരു സാധനം നമ്മൾ വിശ്വസിക്കുന്നില്ല. അപ്പോൾ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ ഒന്നുകിൽ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോകും, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ പോകും, അല്ലെങ്കിൽ നമ്മുടെ വേറെ ഏതെങ്കിലും കുടുംബക്കാരെ വീട്ടിൽ പോകും, അല്ലെങ്കിൽ നമുക്ക് ലൈഫിൽ കംഫോർട്ടബിളായ ഏതെങ്കിലും ഒരു വ്യക്തിൻ്റെ അടുത്ത് പോകും. സോഷ്യൽ മീഡിയയിൽ ഇത്രയും ടോപ്പിക് ആകുമ്പോൾ, ഇത്രയും വർത്താനാകുമ്പോൾ, ഇത്രയും ചർച്ചയാകുമ്പോൾ ഏത് മനുഷ്യനാണെങ്കിലും എന്താ ചെയ്യുക? നേരെ വന്നിട്ട് ഞാൻ ഒളിച്ചോടി പോയതല്ല, ഞാൻ ഇന്ന ആൾക്കാരുടെ കൂടെ ഉണ്ട് എന്ന് പറയും. അത് ഇത്രയും ദിവസം ഷഹല പറയാത്തിടത്തോളം കാലം ഷഹല ഒളിച്ചോടി പോയതാണെന്ന് കൺഫേം ആണ്. പക്ഷേ ദിസ് ഇസ് ഒരുപാട് പ്രൂഫ് ടു പ്രൂവ്. ഇനി ഷഹലയ്ക്ക് ഇതിന് പോകാൻ ഒരുപാട് റീസൺ ഉണ്ടാവും. ഷഹല ചിലപ്പോൾ ഇത് മൈൻഡ് ചെയ്യില്ല. ചിലപ്പോൾ ഷഹല കരുതി എന്താ അറിയും, ഇതൊന്നും നാലാളെ അറിയില്ല. ഷഹലേൻ്റെ തോട്ട് ഇതായിരിക്കും, ഞാൻ ഒളിച്ചോടി പോയി അവനവിടെ കിടന്ന് കരഞ്ഞു, കുറച്ച് വർത്താനായി, പള്ളി മുഖാനം മുത്തലാക്കും തലാക്കും ഒക്കെ പറഞ്ഞിട്ടുണ്ട്, ഈ പരിപാടി ഇവിടെ തീരുന്നതായിരിക്കും. പക്ഷേ അത് മാറിപ്പോയി. കാരണം കേസ് കൊടുത്തു, ന്യൂസിൽ ഡിസ്കഷനായി, റിയാക്ഷൻ വീഡിയോക്കാർ ചെയ്തു, നാരായണക്കല്ലേ. അപ്പോൾ ചേച്ചി എന്തായാലും ഒളിച്ചോടി എന്ന കാര്യത്തിന് ഒരു കൺഫർമേഷൻ കിട്ടി. ഇനി ഒളിച്ചോടിയാലും ഒളിച്ചില്ലെങ്കിലും ഈ ചേച്ചിക്ക് ഭർത്താവിരിക്കെ വേറൊരു പുരുഷനുമായിട്ട് വേറൊരു ബന്ധമുണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു വീഡിയോ പുറത്തു വന്നു. ഇപ്പം നിങ്ങൾക്ക് വരുന്നൊരു ചോദ്യമായിരിക്കും, പുറത്ത് കയറി പിടിച്ച അപ്പോഴേക്ക് കാമുകനാകുമെന്ന്. ചിലപ്പോൾ അങ്ങനെയും ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് കാമുകനല്ല എന്നാണ് തോന്നുന്നതെങ്കിൽ നിങ്ങൾ അങ്ങനെ വിചാരിച്ചോളൂ. നിങ്ങൾ കണ്ടത് കാരണം ഇവര് ഒളിച്ചോടി പോകുന്ന സമയത്ത് സൂപ്പർ മാർക്കറ്റിൽ കയറിയതും അവിടുന്ന് ഭക്ഷണം, ഫുഡ് ഐറ്റംസുകളും ചോക്ലേറ്റുകളും കുട്ടിക്ക് ആവശ്യമായ സാധനങ്ങൾ വാങ്ങിക്കുന്നതും കാര്യങ്ങളാണ് നിങ്ങൾ ഈ കാണുന്ന വീഡിയോ. ഇനി നിങ്ങൾക്ക് എന്താണ് അറിയേണ്ടത്? അപ്പം ഇത് കുറെ ആൾ ചോദിക്കുന്നുണ്ട്, നീ ജഡ്ജാണോ, നീ വക്കീലാണോ, നീ പിന്നെ പോലീസാണോ എന്നുള്ളത്. പോലീസുകാർക്ക് പോലും ഇവരെ കണ്ടെത്താൻ വേണ്ടിയിട്ട് സമയം എടുത്തിട്ടുണ്ട്. കാരണം ഒരുപാട് എന്തായി എന്നുള്ളത് പോലും അറിയാതെ അവർ മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്തിട്ട് അതിന്റെ റിപ്പോർട്ട് ഇവര് അതിൽ പറയുന്ന ബാക്കിയുള്ള കാര്യങ്ങളൊന്നും എനിക്കിതിൽ വെക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ സീരിയസ്ലി പറഞ്ഞാൽ എനിക്കിതിൽ പറഞ്ഞ ഒരു സെൻറ്റൻസ് എൻ്റെ മൈൻഡിൽ ഭയങ്കര സ്ട്രൈക്ക് ചെയ്തു. ഈ ചെങ്ങായി ചോക്ലേറ്റ്സ് വാങ്ങുന്നുണ്ട്. ചോക്ലേറ്റ്സ് വാങ്ങുന്ന കുട്ടിക്ക് വേണ്ടിയിട്ടാണ്. എൻ്റെ ആ വീഡിയോൻ്റെ സൈഡിൽ ഒരു ഹാർട്ട് ഇട്ടിട്ട് മറച്ചിട്ടുണ്ട്. അപ്പോൾ ഐ ബിലീവ് ഞാൻ റെക്കോർഡ് ചെയ്തെടുത്താണ്, റെയർ റീൽസ് എന്ന് പറയുന്ന ആളുടെ അക്കൗണ്ടിൽ നിന്ന് റെക്കോർഡ് ചെയ്തെടുത്താണ്. അപ്പോൾ മേ ബി അവിടെ കുട്ടീൻ്റെ ഫേസ് എങ്ങാനും കാണിക്കുന്നുണ്ടാവും, അതുകൊണ്ടായിരിക്കും ഹാർട്ട് ഇട്ട് മറച്ചത്. അപ്പോൾ ഞാൻ ആലോചിക്കുന്നത്, ഈ ഒളിച്ചോടിപ്പോയവൻ്റെ 3 കുട്ടികൾ ആ വീട്ടിൽ കിടക്കുന്നുണ്ട്. അവർക്കൊരു ചോക്ലേറ്റ് വാങ്ങാൻ ഇവന് തോന്നിയിട്ടില്ല. പകരം ഇവൻ ചോക്ലേറ്റ് വാങ്ങിയിരിക്കുന്നത് ഈ ഒളിച്ചോടിപ്പോയവരുടെ കൂടെയാണ്. ആൻഡ് ഗൾഫിൽ നിന്ന് ഒരു ചെങ്ങായി ഒരു ലോഡ് മുട്ടായിയുമായിട്ട് സ്വന്തം കുട്ടീനെ കാണാൻ വന്നു. അപ്പോഴേക്ക് ആ കുട്ടി വേറൊരുത്തൻ്റെ കൂടെ ചാടിപ്പോയി. അവൻ അവൻ്റെ കുട്ടിക്ക് കൊടുക്കാണ്ട് ഈ കുട്ടിക്ക് കൊടുക്കുന്നത്. എന്ത് കൈൻഡ് ഓഫ് ഡാഷ് കളികളാണ് ഇവിടെ നടക്കുന്നത്? കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഈ ടോപ്പിക്ക് ചെയ്യുന്നതിൽ കൂടെ ഒരു സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള കോഴ്സ് സൊസൈറ്റിയിലോട്ട് എൻ്റെ അമിയ അൺഫിൽറ്റേർഡ് കൂടെ കാണിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല ഞാൻ പേഴ്സണലി ഇത് ചെയ്യുന്നത്. ഞാൻ അങ്ങനെ ചെയ്യുന്ന കോണ്ടൻറ്റും ഉണ്ട്, അങ്ങനെ ചെയ്യാത്ത കോണ്ടൻറ്റും ഉണ്ട്. ഈ കോണ്ടൻറ്റ് ഞാൻ ചെയ്യുന്നതിൽ കൂടെ എൻ്റെ ഒരു മെയിൻ എയിം ഇങ്ങനത്തെ കാറ്റഗറി ഓഫ് ആൾക്കാരെ എക്സ്പോസ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് ഒരാളുമായിട്ട് റിലേഷൻഷിപ്പിലാവാം. റിലേഷൻഷിപ്പിലായി കഴിയുമ്പോൾ ആ റിലേഷൻഷിപ്പ് നല്ല രീതിയിലും പോകാം, മോശം രീതിയിലും പോകാം. നമ്മൾ ആ നിൽക്കുന്ന റിലേഷൻഷിപ്പിൽ നമ്മൾ ഓക്കെ അല്ലെങ്കിൽ നമുക്ക് നമ്മളതായ റൈറ്റ് ഉണ്ട് ടു സേ ബൈ. ലൈക്ക് എനിക്ക് പറ്റുന്നില്ല, ഞാൻ മെൻ്റലി ഓക്കെ അല്ല, ഇത് കണ്ടിന്യൂ ചെയ്തിട്ട് കാര്യമല്ല, എൻ്റെ മെൻ്റൽ ഹെൽത്തിന് ഇത് എഫക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് നമുക്ക് പച്ചയ്ക്ക് തുറന്ന് പറഞ്ഞിട്ട് ആ ബന്ധം അവസാനിപ്പിച്ചിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് പോവാം. അതിനൊരു തെറ്റുമില്ല. ആൻഡ് ഇതിപ്പോൾ കല്യാണം കഴിച്ച ഒരു ബന്ധമാണെങ്കിലും നിങ്ങൾ കല്യാണം കഴിച്ച് നിൽക്കുന്ന പാർട്ണറിൽ ഒത്തിരി ഹാപ്പി അല്ല. പല ബന്ധങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. കുട്ടിക്ക് വേണ്ടി നിങ്ങൾ നിൽക്കുന്നത് ഒരു തെറ്റായിട്ടുള്ളൊരു കാര്യമല്ല. ആൻഡ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമ്മൾ ഹാപ്പി ആയിരിക്കണം, നമുക്ക് പീസ് ഉണ്ടാവണം, നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവണം നമ്മളുടെ ലൈഫിൽ. നമ്മൾ എന്തിനോ വേണ്ടി സ്ട്രഗിൾ ചെയ്ത് നിന്നിട്ട് നമ്മൾ ഒട്ടും ഹാപ്പി അല്ല, നമ്മൾ പീസ്ഫുൾ അല്ല, ഒരു ഡേ അവസാനിക്കുമ്പോൾ നമുക്കൊരു ഡേ കംപ്ലീറ്റ് ഫീൽ ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനു നിന്നിട്ട് എന്ത് കാര്യമാണ്? ആൻഡ് പണ്ടത്തെ ജനറേഷൻ പോലെയല്ല ഇന്നത്തെ ജനറേഷൻ കുറച്ചും കൂടെ ഒരു ഫാസ്റ്റ് ഫോർവേഡാണ്. എനിക്കതിൽ വളരെ സിമ്പിളായിട്ട് പറയാൻ പറ്റുവാണെങ്കിൽ, ഈ മഞ്ജു പിള്ളയും അവളുടെ മകൾ ദയാ സുജിത്തുമായിട്ടുള്ളൊരു ഇൻ്റർവ്യൂവിൽ ദയ ഇങ്ങനെ വളരെ ഓപ്പണപ്പായി പറയുന്നുണ്ട്, എൻ്റെ അമ്മയും അച്ഛനും സ്ഥിരം വഴക്കാം, ഞാനിത് കാണുന്നുണ്ട്. പിന്നെ എനിക്ക് ലേറ്റർ ഓൺ അമ്മ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ സെപ്പറേറ്റഡ് ആവുക എന്ന് പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞു ഓക്കെ ഫൈൻ, ലെറ്റ് ദം.
കാരണം ഇങ്ങനെ ഈ തല്ലും കൂടി ഒച്ചപ്പാടും ഉണ്ടാക്കി കച്ചറി ഉണ്ടാക്കി വഴക്കും ഉണ്ടാക്കി പോയിട്ട് ഒരു ബാഡ് പാരൻറ്റ് ഫേസ് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുന്നതിനും നല്ലതാണ് ടു ഗെറ്റ് ഡിവോഴ്സ്, സെപ്പറേറ്റഡ്, ലിവ് യുവർ ലൈഫ്. അതുകൊണ്ട് ഒരിക്കലും ഇങ്ങനത്തെ ഒരു ഭർത്താവിനെ സഹിച്ച് ഷെഹല ജീവിക്കണം എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. ഷെഹലയ്ക്ക് പറ്റില്ലെങ്കിൽ ഷെഹലയ്ക്ക് ഓഫ് കോഴ്സ് യു ക്യാൻ ഗെറ്റ് ഡിവോഴ്സ്ഡ്, ദെൻ യു ക്യാൻ ഫൈൻഡ് എ പാർട്ട്ണർ. ഇനി ഇയാളെ തന്നെയാണെങ്കിലും അല്ല ഞാൻ പറയുക എന്ന് കരുതി ഇയാളെ സെലക്ട് ചെയ്യണം നല്ലടാ. അപ്പത്തൊരു ഭാര്യയും 3 കുട്ടികളും ഉണ്ട്. നിങ്ങൾ അതൊക്കെ നിങ്ങൾ ഈ വൃത്തികെട്ട കളികൾ കൊണ്ട് നാണം കെടുന്നത് നിങ്ങളുടെയൊക്കെ മക്കളാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടാ? എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടാ? എന്ത് പറഞ്ഞിട്ട് എന്താണ്? ഓക്കെ, ഓഫ് കോഴ്സ് അങ്ങനെ ഇതൊക്കെയാണ് നടന്നൊരു വിഷയം. ഈ വിഷയം കഴിഞ്ഞതിന് ശേഷം ഡാനി സത്യൻ എന്ന് പറയുന്ന യൂട്യൂബറിനെ അവരുടെ എനിക്ക് തോന്നുന്നു നമ്മളുടെ ഈ ഷെഹലയുടെ ഒരു ഫ്രണ്ട് കോണ്ടാക്ട് ചെയ്തിട്ട് ഡാനീൻ്റെ അടുത്ത് കുറേ കാര്യങ്ങളൊക്കെ പറയുന്നു. അതിൻ്റെ കുറേ ഓഡിയോസ് ഡാനി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ഞാനിതിൽ കേൾപ്പിച്ചു തരാം. അതിന് തൊട്ട് മുമ്പായിട്ട് ഡാനി ഒരു വീഡിയോയിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങളിൽ പറഞ്ഞ സാധനം എന്താണെന്നുള്ളത് എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഡാനീൻ്റെ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഈ ഷെഹല ഷെറിൻ എന്ന് പറയുന്ന കുട്ടി 18-ാം വയസ്സിലാണ് കല്യാണം കഴിഞ്ഞത്. ഈസ് ദിസ് എ റൈറ്റ് ഏജ് എന്ന് ചോദിക്കുന്നവരോട് ഞാൻ പറയുന്നത് റൈറ്റ് ഏജ് അല്ല. പക്ഷേ കല്യാണം കഴിഞ്ഞു, ഇനി പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അങ്ങനെ കല്യാണം കഴിഞ്ഞ് ആൾ അത്യാവശ്യം നാട്ടിലൊക്കെ വളരെ പാവപ്പെട്ട നല്ല അനുസരണമുള്ള വീട്ടുകാർ പറയുന്ന കാര്യങ്ങളൊക്കെ അനുസരിച്ച് നിൽക്കുന്ന ഒരു നല്ലൊരു പെൺകുട്ടി. മക്കളെ പഠിപ്പിക്കുന്നത്, മക്കളെ കൊണ്ടുപോകുന്നത് എല്ലാം ഷെഹലയാണ് ചെയ്യുന്നത്. ഹസ്ബൻഡിന് പറ്റിയിട്ടും ഷെഹല പ്രത്യേകിച്ച് ഒരു കുറ്റവും പറഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷെ ഷെഹല ഇപ്പം ഒളിച്ചോടി പോയിട്ടുള്ള മൊബൈൽ ഷോപ്പിൽ നിൽക്കുന്ന ചെങ്ങായി എന്തോ അഡിക്റ്റ് ആണ് എന്നൊരു സാധനം പറയുന്നുണ്ട്. അഡിക്റ്റ് ഇൻ ദ സെൻസ് സിഗരറ്റ് ആണോ കഞ്ചാവാണോ എന്താ അറിയില്ല, എന്തോ ഒരു അഡിക്റ്റ് ആണ് എന്ന രീതിയിൽ എന്തോ പറയുന്നത് കേട്ടു. ആൻഡ് ആ വീഡിയോയിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എല്ലാം ഒന്നും പറയുന്നില്ല. പക്ഷെ ആ പറഞ്ഞതിൽ കൂടെ മെയിനായിട്ട് കൺവേ ചെയ്ത 2 പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ഷെഹല എന്ന് പറയുന്ന ഒരു വ്യക്തി ഹസ്ബൻഡുമായി ബന്ധപ്പെട്ടിട്ട് അധികം നെഗറ്റീവ്സ് ഒന്നും സുഹൃത്തുക്കളുടെ അടുത്ത് പറഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം. രണ്ടാമത്തെ കാര്യം, മെയിനായിട്ട് അവർ ഏറ്റവും കൂടുതൽ പ്രശ്നം അനുഭവിച്ചിട്ടുള്ളത് ഹസ്ബൻഡിൻ്റെ പെങ്ങളെ കയ്യിൽ നിന്നാണ്. എന്ന് വെച്ചാൽ നാത്തൂൻ പോരാണ് ദ മെയിൻ റീസൺ എന്നും. ആൻഡ് ഹസ്ബൻഡ് വളരെ പാവാണ്. പുള്ളി എന്ത് പൈസ അധ്വാനിച്ച് ഉണ്ടാക്കുകയാണെങ്കിലും അത് ഈ വീട്ടിലോട്ടാണ് അയച്ചു കൊടുക്കുക. ഐ മീൻ ഷെഹലേൻ്റെ കയ്യിലല്ല, വീട്ടുകാരുടെ കയ്യിലാണ് കൊടുക്കുക. ആൻഡ് വീട്ടുകാരാണ് അവിടെ ഇരുന്നിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുക. ഈവൻ ഷെഹലയ്ക്ക് സ്വന്തമായിട്ടൊരു പൈസയും കാര്യങ്ങളും ഒന്നും കൊടുക്കലില്ല. നാത്തൂൻ കുറേ കുത്തി പറയും. ഒരു നാത്തൂൻ സൈഡ്, ഫാമിലി സൈഡ് ഓഫ് പ്രശ്നങ്ങൾ ഷെഹലേനെ ഒരുപാട് ബാധിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് ഈ ഒരു സാധനം പറഞ്ഞിട്ടുള്ളത്. ഈ നാത്തൂൻ പോരും ഈ അമ്മായിമ്മ പോരും ഒക്കെ വളരെ കോമൺ ആണ്. മിക്ക ബന്ധങ്ങളിലും ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി അല്ലെങ്കിൽ ചെറിയ രീതിയിലെങ്കിലും എവിടെയെങ്കിലുമൊക്കെ ഒരു തുമ്പും അറ്റവും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. എന്ന് കരുതി നാത്തൂൻ പോരെടുത്തു എന്ന് കരുതിയിട്ട് വേറൊരുത്തനെ കണ്ട് പ്രണയിച്ച് ലൈനടിച്ചിട്ട് അവൻ്റെ ഭാര്യേനെയും കുട്ടീനെയും വഴിയതാരൊക്കെ ഇറങ്ങി പോകുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. ഓക്കെ, ഇനി അമ്മായിയമ്മ പോരാണെങ്കിലും നാത്തൂൻ പോരെടുത്തിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ തിരിച്ച് പോരെടുക്കാം, അല്ലെങ്കിൽ ചെവി ഒഴിവാക്കാം, അല്ലെങ്കിൽ ഇറങ്ങിപ്പോവാം, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ കൂടെ പോയി നിൽക്കുക, അല്ലെങ്കിൽ മാറി താമസിക്കുക. എന്തൊക്കെ ഓപ്ഷൻ ഉണ്ട്? അല്ലെങ്കിൽ നാത്തൂന് വീടൊന്നുമില്ലേ? എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ട്? ഇൻസ്റ്റഡ് അതിന് തിരഞ്ഞെടുത്ത ഒരു ഓപ്ഷൻ. ഇപ്പം ചില ആൾക്കാർ പറയുമ്പോൾ അവൾ അത്രയും വിഷമത്തിൽ കൂടിയും സങ്കടത്തിൽ കൂടിയും കടന്നു പോയപ്പോൾ അവൾക്ക് സാന്ത്വനമായിട്ട് മൊബൈൽ ഷോപ്പ് കടക്കാരൻ വന്നതുകൊണ്ടാണ്. എന്ത് സാന്ത്വനോ? വന്ന സാന്ത്വനിപ്പിക്കാനാന്ന് തോന്നുന്നുണ്ടോ? എടാ, എക്സ്ട്രാ മാരേജ് റിലേഷൻഷിപ്പിനെ പറ്റി പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതിന് മെയിനായിട്ടൊരു സാധനമുണ്ട്. അതും ഈ ചേട്ടന്മാരൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. അല്ലാണ്ട് സാന്ത്വനിപ്പിക്കാനല്ല. അങ്ങനെയാണൊരു കൗൺസിലിംഗ് സെൻറ്ററിൽ വാടാ, നമ്മളൊക്കെ ഇവിടെ കൗൺസിലിംഗ് കോഴ്സ് കഴിഞ്ഞിരിക്കുകയല്ലേ, നിങ്ങൾ വാ, അടിപൊളിയായിട്ട് കൗൺസിലിംഗ് ചെയ്ത് നിങ്ങളെ ഓക്കെ ആക്കി വിടാം. അതുകൊണ്ട് സാന്ത്വനിപ്പിക്കാനല്ല. കാരണം ഇങ്ങനത്തെ കുറേ കമൻസ് ഒക്കെ കാണുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നില്ല, ഒളിച്ചോടി പോയിട്ട് ഇവിടെയൊക്കെ പോടാ. അപ്പോൾ നമുക്ക് എന്തായാലും ജാനി സത്യൻ്റെ അക്കൗണ്ടിൽ വന്നിട്ടുള്ള ഷെഹലയുടെ സുഹൃത്ത് പറഞ്ഞിട്ടുള്ള ഓഡിയോയിലോട്ട് പോകാം. ഓക്കെ. ഹലോ, ഞാൻ നിങ്ങളൊരു വീഡിയോ കണ്ടില്ല ഇന്ന് രാവിലെ, നമ്മൾ ഷെഹലാക്ഷറിനെ കുറിച്ച് ചെയ്തൊരു വീഡിയോ. അപ്പോൾ അതിൽ നിങ്ങൾ ഓള് സഫർ ചെയ്ത കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാൻ അത് കണ്ട സമയത്ത് എനിക്ക് നിങ്ങളോട് ഇത് പറയണം തോന്നി. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ 100% ശരിയായിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം ഞാൻ അറിഞ്ഞ വ്യക്തിയാണ്, ഞാനവളെ ഒരു ഫ്രണ്ടാണ്, ഏറ്റവും അടുത്ത സുഹൃത്ത് തന്നെ പറയാം. കാരണം നമ്മൾ ഇങ്ങനെ ഓരോ തവണ സംസാരിക്കുന്ന സമയത്ത് ഓൾ പറഞ്ഞ ചില കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങളിപ്പോൾ പറഞ്ഞത് ഞാൻ കണക്ട് ചെയ്തപ്പോൾ ഭയങ്കരമായിട്ട് അവൾ അനുഭവിച്ച ഒരു കുട്ടി തന്നെയാണ്. പക്ഷെ ഒരിക്കലും ഞാൻ അവൾ ചെയ്തത് ശരിയെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. ഇത് തന്നെയാണ് നമ്മൾ വീഡിയോ ചെയ്യുന്ന വ്യക്തികളെല്ലാം വളരെ വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ട് പറഞ്ഞത്.
ഷെഹല അനുഭവിച്ചിട്ടുണ്ടാവാതിരിക്കാം. അതിന് പ്രൂഫ്സും തെളിവും കിട്ടാത്തിടത്തോളം കാലം നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾ പറഞ്ഞത് ഞങ്ങൾ വിശ്വസിച്ചു കൊണ്ട് പറയുന്നു, അനുഭവിച്ചു. പക്ഷേ അതിന് തിരഞ്ഞെടുത്ത മാർഗം തെറ്റാണ്. ഇനി ഇതിൻ്റെ പുറത്ത് ഷെഹല എന്തൊക്കെ എക്സ്പ്ലനേഷൻ തന്നാലും, ഒളിച്ചോടിപ്പോയോ, കുട്ടികളെ വഴിയാതാരാക്കിയോ, കുടുംബത്തെ പറയിപ്പിച്ചോ, പിന്നെ അവളുടെ ഈ എക്സ്പ്ലനേഷൻ ഒന്നും ഈ ചെവി കൂടെ കേൾക്കില്ല. ഇനിയിപ്പോൾ ഷെഹല പറയുന്ന എക്സ്പ്ലനേഷൻ, എൻ്റെ വീട്ടിൽ പോയി ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോൾ എൻ്റെ ഉമ്മ സഹിച്ച് നിൽക്കാൻ പറഞ്ഞു, അങ്ങനെ ഒരു എക്സ്പ്ലനേഷനാണ് പറയുന്നതെങ്കിൽ, എടാ അഗതി മന്ദിരത്ത് ഇപ്പോൾ വുമൺ സെല്ലുണ്ട്, വുമൺ യൂണിറ്റ് ഉണ്ട്, സ്വയം വർക്ക് ചെയ്യ്, സ്വയം ഇൻഡിപെൻഡൻ്റ് ആവ്, ഒറ്റയ്ക്ക് താമസിക്കാൻ പഠിക്കുക. ഈ ഫ്രീഡം എന്ന് പറഞ്ഞിട്ട് പലരും കാണുന്ന ഫ്രീഡം അല്ല സ്ത്രീകളുടെ ഫ്രീഡം. സ്ത്രീകൾക്ക് വേണ്ട ഫ്രീഡം ഇങ്ങനെയൊക്കെയാണ്: ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്, ലൈക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ, ഒപ്പീനിയൻ, ഇതിനൊക്കെയുള്ള ഫ്രീഡമാണ് നിങ്ങൾ ഉണ്ടാക്കേണ്ടത്. ഞാൻ ബാക്കി കേൾക്കാം. 100% ചെയ്തത് തെറ്റാണ്. പക്ഷേ എന്നാലും ഒരുപാട് അനുഭവിച്ച കുട്ടി. ഇപ്പം ഞാൻ കുറേ വീഡിയോസിലൊക്കെ ഞാൻ കണ്ട് പ്രവാസിയുടെ ഭാര്യ കുറേ സുഖങ്ങളൊക്കെ അനുഭവിച്ച് അവനെ പറ്റിച്ച് പോയി എന്നൊക്കെ. പക്ഷെ ആ സുഖങ്ങളൊന്നും അവൾക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. വോയിസ് ഇടുമ്പോൾ നിങ്ങൾ ഒരിക്കലും കരുതരുത് കേട്ടോ, ഞാൻ അവളെ അനുകൂലിക്കുന്ന ഒരാളാണെന്ന്. ഞാൻ ഇപ്പോഴും ഞാൻ ഒരേ സ്റ്റാൻഡിലാണ് നിൽക്കുന്നത്. കാരണം അവൾ ചെയ്തത് 100% ഇതല്ല അതിനോള് ചെയ്യേണ്ട കാര്യങ്ങൾ. ഒന്നെങ്കിൽ നിങ്ങൾ പറഞ്ഞ മാതിരി വീട്ടിലേക്ക് തിരിച്ചു പോവാനോ, വീട്ടുകാരോട് പറയാനോ ഒക്കെ ചെയ്യാനോ. പക്ഷെ മുന്നൊരിക്കൽ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് അവൾ വീട്ടിൽ പറഞ്ഞ് പിന്നെ എല്ലാം പ്രയാസങ്ങളും മാറുന്നുള്ള രീതിയിൽ ഹസ്ബൻഡിൻ്റെ വീട്ടുകാർ പറഞ്ഞുകൊണ്ടാണ് അവൾ തിരിച്ചു പോയത് എന്നുള്ളത് അവൾ എൻ്റെ അടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ നടക്കുന്നതെന്ന് വെച്ചാൽ, എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം സംഭവിക്കും, ഇവർ രണ്ടുപേരും പറ്റില്ല എന്ന് തോന്നും, വീട്ടുകാരിടപെടും, സംസാരിക്കും, പ്രശ്നം നൈസായിട്ടൊന്ന് സോൾവ് ചെയ്യും. വീട്ടുകാർ പറയും എല്ലാവരും കൂടെ വീണ്ടും വാ, കണ്ടുമുട്ടാം, നമുക്ക് സംസാരിക്കാം, നമുക്കെല്ലാം തീരുമാനമാക്കാമെന്ന് പറയും. അങ്ങനെ തീരുമാനമാക്കി താല്പര്യമില്ലാത്തവരെ വിടും. വിട്ടു കഴിഞ്ഞ് നിങ്ങൾ വീട്ടിലെത്തുമ്പോൾ ഭർത്താവ് ഇതേ സ്വഭാവം തന്നെയാണ് വീണ്ടും റിപ്പീറ്റഡ്ലി കാണിക്കുന്നതെങ്കിൽ അതാണ് അയാളുടെ സ്വഭാവം. അത് മാറില്ല. ഒന്നെങ്കിൽ ഇത് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ച് മുന്നോട്ട് പോവുക, അല്ല ഇതൊട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഗെറ്റ് സെപ്പറേറ്റഡ്. ദാറ്റ്സ് ദ ഓൺലി തിങ് യു ക്യാൻ ഡു. അല്ലാണ്ട് അതിന് പകരം വേറൊരാളെ കണ്ടുപിടിച്ച് പ്രണയിച്ച് ജീവിക്കാം എന്നല്ല. എല്ലാത്തിനും ഒരു മാറി നിൽക്കുന്ന പ്രകൃതി അതിനോട്, എല്ലാത്തിനും. കാരണം ഈവൻ ഇപ്പോൾ നമ്മളെവിടെ പോവുകയാണെങ്കിൽ നമ്മൾ വിളിക്കുന്ന സമയത്ത് പറയില്ല ഞാനില്ല, ഞാനിങ്ങനെ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ്, നിങ്ങൾ പോയിക്കോളി എന്ന് പറഞ്ഞിട്ട് എല്ലാത്തിനും മാറി നിൽക്കുന്നു. മുന്നൊന്നും ഒരു 3 വർഷം മുന്നൊന്നും നമുക്ക് അവളെ കോണ്ടാക്ട് ചെയ്യാനേ പറ്റിയില്ല. കാരണം ആ സമയത്ത് ഒരു മൊബൈൽ ഫോൺ വരെ ഇല്ലാത്തൊരു ഇതായിരുന്നു. അപ്പം പറയില്ല നമ്മളോട് മൊബൈൽ ഇല്ലായിട്ടാണെന്ന്. പിന്നെ ഒരിക്കലും ഞാനിങ്ങനെ അങ്ങനെ ചോദിച്ച സമയത്ത് അന്ന് എനിക്ക് മൊബൈൽ ഇല്ലായിരുന്നു, അത് കംപ്ലൈൻ്റ് ആയിപ്പോയി, ഇപ്പോഴാണ് എനിക്ക് മൊബൈൽ കിട്ടിയത്. അപ്പം ഞാൻ ചോദിച്ചു അതെന്താ ഇത്രയും കാലമായിട്ട് ഈ ഒരു മൊബൈൽ വാങ്ങാത്തതെന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു അതൊക്കെ വലിയൊരു സ്റ്റോറിയാണെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോൻ്റെ ഇടയിൽ പറയുന്ന ഒരു കോൺവെർസേഷൻ ഞാൻ കേട്ടു, മൊബൈൽ ഫോൺ ഇല്ല എന്ന് പറയുന്നത്. മൊബൈൽ ഫോൺ എല്ലാവരും ഒന്നും ഉപയോഗിക്കുന്ന ഒരു സാധനമല്ല. എന്നാൽ ഇപ്രാവശ്യത്തെ ജനറേഷനിൽ മൊബൈൽ ഫോൺ ഉള്ള ആൾക്കാരും ഉണ്ട്, ഇല്ലാത്ത ആൾക്കാരും ഉണ്ട്. മൊബൈൽ ഫോൺ യൂസ് ചെയ്യാൻ അലൗ ചെയ്യുന്ന വീട്ടുകാരും ഉണ്ട്, അലൗ ചെയ്യാത്ത വീട്ടുകാരും ഉണ്ട്. അപ്പം നമ്മളുടെ ഒരു ബോൾഡ്നെസ്, നമ്മളുടെ ഒരു സെൽഫ് ഇൻഡിപെൻഡൻസി ഇതൊക്കെ കുറവാകുമ്പോഴാണ് നമ്മൾ ഇങ്ങനത്തെ കുറേ കാര്യങ്ങളിൽ അങ്ങ് സ്റ്റെക്കായി പോകാമെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. മേ ബി ഇവരുടെ ഫാമിലി ചിലപ്പോൾ ഓർത്തഡോക്സ് ആവാം, അല്ലെ ഇവരുടെ കെട്ടിപ്പോയ ഫാമിലി ഓർത്തഡോക്സ് ആവാം, അല്ലെ ഫ്രീഡം കൊടുക്കാത്ത എന്തെങ്കിലും ഫാമിലി ആവാം. ഇവിടെയൊക്കെ അടിച്ചമർത്തി ജീവിക്കേണ്ടി വന്ന ഒരു സാഹചര്യമായിരുന്നു ഇവർക്ക് എന്നാണ് ഇതിൽ കൂടെ കൺവേ ചെയ്യുന്നത്. ഓക്കെ, ബാക്കി കേൾക്കാം. മൊബൈൽ ഫോൺ ഇല്ലാത്തതൊന്നും ഒരാൾ ഒളിച്ചോടി പോകാനുള്ളൊരു കാരണമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. അതേപോലെ നിങ്ങളിപ്പോൾ ഇതിൽ GPay വരാനില്ല എന്നുള്ള പറഞ്ഞ കാര്യം, ഞാൻ ഒരു ദിവസം ഒരു സ്കാനർ ഇന്ത്യയിൽ കിട്ടി പറഞ്ഞ് ഇതൊന്ന് പേ ചെയ്യോ. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ എനിക്ക് ഞാൻ എൻ്റെ ഇടാം, അപ്പോൾ എല്ലാവരുടെ കയ്യിൽ എപ്പോഴും ബാലൻസ് ഉണ്ടാവണമെന്നില്ലല്ലോ. അന്നപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എനിക്ക് ചെയ്യാമെങ്കിൽ ചെയ്തോ, ഞാനിപ്പോൾ കുറച്ച് തിരക്കിലാന്ന് പറഞ്ഞ സമയത്ത് എന്നോട് പറഞ്ഞു അതെല്ലാം എനിക്ക് അക്കൗണ്ട് ഇല്ലാത്തതുകൊണ്ടാണ്, എൻ്റെ ഉണ്ടെങ്കിൽ ഈ ചെയ്യില്ലെങ്കിൽ ഞാൻ വേറെ ആരെങ്കിലും കൊണ്ടുപോയി ഇടിയിപ്പിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു പ്രശ്നമില്ല, ഞാൻ ചെയ്യാന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞ് ആ പൈസ ഞാൻ ചെയ്തും കൊടുത്തു. അപ്പോൾ ഞാൻ ചോദിച്ചു അതെന്താ എനിക്ക് GPay ഇല്ല എന്നുള്ള ചോദിച്ച സമയത്ത് പറഞ്ഞില്ല, അത് ഞാനിതുവരെ അത് എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓർത്തു ചിലർക്കൊന്നും താല്പര്യം ഉണ്ടാവില്ല എന്നുള്ള രീതിയിൽ ഞാൻ പിന്നെ അതിനെക്കുറിച്ചൊന്നും ചോദിച്ചില്ല. അവളറിയുന്ന ഒരാളോട് ചോദിച്ചു അവളുടെ ലൈഫ് എങ്ങനെയാണെന്ന്.
ഒരു കല്യാണ വീട്ടിൽ കണ്ട സമയത്ത് ഞാൻ ചോദിച്ച സമയത്ത് എല്ലാവരും പറഞ്ഞു പാവം കുട്ടിയാണ്, എന്താ നല്ലൊരു കുടുംബിനിയാണെന്നുള്ള രീതിയിൽ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ചിന്തിച്ചു, പിന്നെന്തായിരിക്കും ഇവള് മറക്കുന്ന കാര്യങ്ങൾ എന്ന് ഞാൻ ആലോചിച്ച് ഒരു ദിവസം ഞാൻ ഫോൺ ചെയ്ത സമയത്ത് ഞാൻ അവളോട് പറഞ്ഞു ഇവിടെ ഉമ്മക്ക് ചെറിയ ഒരു ആരോഗ്യ പ്രശ്നമുണ്ട്, അപ്പോൾ അത് ഞാൻ നോക്കണം. പിന്നെ ഹസ്ബൻഡ് ഇവിടെ നാട്ടിൽ ജോലിയാണ്, പിന്നെ വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ മുന്നിൽ അപ്പായെ കല്യാണം കഴിച്ച വീട്ടിൽ ബാക്കൊക്കെ പൊളിച്ച രീതിയിലാണ്. ഞാനിപ്പോൾ മുന്നിൽക്കൊരു ഷീറ്റ് ഇട്ടിട്ട് അവിടെയാണ് ഞാൻ നിൽക്കാറ്. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ എന്നോട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ നിങ്ങൾക്ക് അവളെ വോയിസ് എൻ്റെ കയ്യിൽ ഇല്ലാണ്ടായിപ്പോയി, ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാൻ വേണ്ടിയിട്ട്. അത് ഞാൻ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പ്രൂഫാക്കിയിട്ട് നിങ്ങളിപ്പോൾ എത്രത്തോളം നിങ്ങൾ വിശ്വസിക്കുന്ന എനിക്കറിയില്ല, പക്ഷേ എങ്കിൽ ഒരു പ്രൂഫാക്കിയിട്ട് ഞാൻ എൻ്റെ ഫോൺ മാറിയ സമയത്ത് ആ വോയിസ് ക്ലിപ്പൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മളതുപോലെ ഒരു കല്യാണ വീട്ടിൽ കണ്ട സമയത്താണ് ഞാൻ അവളോട് ഒന്നുകൂടെ സംസാരിച്ച് തുടങ്ങിയത്. കാരണം ഫോണിലൂടെ ഇപ്പോൾ എനിക്ക് ലിമിറ്റേഷൻസ്, ഞാനിവിടെ പുറത്ത് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് അങ്ങനെ അധികം സംസാരിക്കാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പറ്റാറില്ല. എന്നാലും ഞാൻ വിളിക്കുന്ന സമയത്തൊക്കെ ഭയങ്കര സൗണ്ട് കുറച്ചിട്ടാണ് വോയിസ് ഇടുക. ഞാൻ ചോദിച്ചിട്ടുണ്ടായി എന്താ ഇങ്ങനെ വോയിസ് ഇടുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു സിസ്റ്ററിലോ ഇവിടെ ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ. സിസ്റ്ററിലോ പിന്നെ അതേപോലെ മദറിലോ ഒക്കെ അടുത്തുണ്ട്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ സൗണ്ട് കുറച്ച് സംസാരിക്കുന്നത്. എനിക്ക് മനസ്സിലാവൂലേ എന്നുള്ള, വോയിസ് ക്ലിയർ ആവൂലേ എന്നുള്ള രീതിയിൽ എന്നോട് ചോദിച്ചു, കേൾക്കുന്നില്ലേ എന്നുള്ള രീതിയിൽ. അപ്പം എന്നോട് പറഞ്ഞാൽ അതിപ്പോൾ എനിക്ക് ശീലമാണ്. ചിലപ്പോൾ ഞാനിവിടെ സംസാരിക്കുന്ന സമയത്ത് ചിലപ്പോൾ സിസ്റ്ററിലോ അടുത്തുണ്ടാവും, അപ്പോൾ ഇത് ശ്രദ്ധിക്കുന്നുണ്ടാവും. എനിക്ക് ടൈപ്പ് ചെയ്ത് പറഞ്ഞു. ഞാൻ ചോദിച്ചു സിസ്റ്ററിലോ ഭയങ്കര സ്ട്രിക്റ്റ് ആണോ ചോദിച്ചു. അപ്പോൾ പറഞ്ഞാൽ കുറച്ച് സ്ട്രിക്റ്റാണ്, കാരണം ഞാൻ ഇപ്പോൾ അവളുടെ വീട്ടിലാന്ന് പറഞ്ഞു, സിസ്റ്ററിലോൻ്റെ വീട്ടിലാണ്. അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടെ സൗണ്ട് കുറച്ചത്, കാരണം അവൾ മേ ബി ശ്രദ്ധിക്കുകയാണെങ്കിൽ മോശമല്ലേ എന്നുള്ള രീതിയിൽ ഇവൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു ഇവിടെ ഇവിടെ താമസിക്കാൻ പോയതാണോ? അങ്ങനെ അല്ല, അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരാറുണ്ട്. ഇവിടെ കുറച്ച് പണിയൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ വിളിക്കൂ, അപ്പോൾ ഞാൻ ആ പണികളൊക്കെ ചെയ്യും. ചെയ്ത് വന്നപ്പോൾ ഞാൻ ചോദിച്ചു, അപ്പോൾ എനിക്ക് എൻ്റെ വീട്ടിൽ പണിയില്ലേ എന്നുള്ള രീതിയിൽ ചോദിച്ചപ്പോൾ പറഞ്ഞു അത് ഞാൻ ചെയ്ത് വെച്ച് അവളുടെ മകനുണ്ടല്ലോ, മോനെ സ്കൂളിൽ നിന്ന് കൂട്ടി ഞാൻ ഇങ്ങോട്ട് വരൂ അല്ലെങ്കിൽ. അപ്പോൾ ഞാൻ ചോദിച്ചു അപ്പോൾ ഹസ്ബൻഡ് ഒന്നും പറയില്ല എന്നുള്ളത് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇല്ല, അതിപ്പോൾ നമ്മൾ ആട്ടും ഇങ്ങോട്ടും ചെയ്ത് കൊടുക്കുന്നതിനൊക്കെ അതിനൊന്നും ഇപ്പം എന്ത് പറയാനുള്ള രീതിയിൽ എന്നോട് ചോദിച്ചു. അപ്പോൾ മകൻ്റെ വോയിസ് ഞാൻ കേട്ടു. ഉമ്മ ആൻ്റൊക്കെ എപ്പോഴും ആൻറ്റിയാന്ന് തോന്നുന്നു, ആൻറ്റിക്ക് എപ്പോഴും ഇവിടുന്ന് പണിയെടുത്ത് കൊടുക്കും, ആൻറ്റി എപ്പോഴും ഉമ്മനെ കൊണ്ട് പണിയെടുപ്പിക്കുന്നുള്ള മോനപ്പുറത്തെ സൈഡിൽ നിന്ന് വോയിസ് ഇടുന്ന സമയത്ത് പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ നമ്മളൊരു ഫണ്ണായിട്ട് ചോദിച്ചു അതെന്തിനാ ഇനി അവർക്ക് പോയി പണിയെടുത്ത് കൊടുക്കുന്നത്? അവൾ വേറെ വീട്ടിൽ കല്യാണം കഴിച്ചു കൊടുത്താലേ, പിന്നെ നീ അവിടെ പോയിട്ട് അവൾക്ക് പണിയെടുത്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പം പറഞ്ഞാൽ അതൊന്നും നമ്മളൊന്നും പ്രതികരിക്കില്ല, അത് മിണ്ടാതെ കേട്ട് നിൽക്കുകയുള്ളൂ. പിന്നെ ഒരു ദിവസം കുറേ ഗ്യാപ്പിന് ശേഷം ഞാൻ ഒരു ദിവസം എന്തോ ഒരു സ്റ്റാറ്റസ് ഉണ്ടപ്പോൾ ഞാൻ അതിന് റിപ്ലൈ ആയിട്ട് ചോദിച്ചു എവിടെയാണെന്നൊക്കെ ചോദിച്ച സമയത്ത് പറഞ്ഞു ഞാൻ എൻ്റെ വീട്ടിലുണ്ട്. ഞാൻ ചോദിച്ചു എന്താ വീട്ടിൽ വന്നത്? അപ്പോൾ പറഞ്ഞു ഞാൻ ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു, ഹസ്ബൻഡിൻ്റെ സിസ്റ്ററുമായിട്ട് ഇങ്ങനെ പ്രശ്നം ഉണ്ടായിരുന്നു, അപ്പോൾ ഞാനിനി തിരിച്ച് പോകുന്നില്ല എന്ന് വിചാരിച്ച് വന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഹസ്ബൻഡ് വന്ന് ഞാനിപ്പോൾ അങ്ങോട്ട് പോകാൻ നിൽക്കുകയാണെന്നുള്ള രീതിയിലൊക്കെ എന്നോട് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ പറഞ്ഞ കാര്യവും ഞാൻ ശ്രദ്ധിച്ചു, കാരണം തിരിച്ച് വീട്ടുകാർ പറഞ്ഞയച്ചതല്ല, മറിച്ച് ഹസ്ബൻഡ് ഇനി എൻ്റെ ഭാഗത്തുനിന്ന് ഒന്നും ഉണ്ടാവില്ല, ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവില്ല എന്നുള്ള ഉറപ്പ് നൽകിയതിൻ്റെ പേരിലാണ് അവൾ തിരിച്ച് അവളുടെ വീട്ടിൽ നിന്ന് ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോയത്. ഒരു കാര്യത്തിന് നമ്മൾ എന്തൊരു കാര്യം പറയുകയാണെങ്കിലും ഒന്നിനും അവൾ ഇറങ്ങില്ല. കാരണം മേബി ചിലപ്പോൾ ഫിനാൻഷ്യൽ ഇഷ്യൂ അതിപ്പോൾ എല്ലാവർക്കും വരുന്ന കാര്യമാണ്, എല്ലാവരുടെ ലൈഫിലും നേരിടാൻ പോകുന്ന പ്രശ്നങ്ങളാണ്. എപ്പോഴും ഇപ്പോൾ ഒരേ പൈസയും കാര്യങ്ങളും ഉണ്ടാവണമെന്നില്ലല്ലോ.
അതൊക്കെ സഫർ ചെയ്ത് അപ്പോൾ എന്നോട് പറഞ്ഞു വീട് പണിയാണ്, അപ്പോൾ ഇങ്ങനെ ഒരുപാട് പ്രയാസങ്ങളുണ്ട് ഹസ്ബൻഡിന്, അപ്പോൾ ഒന്ന് ഗൾഫിൽ പോകണോ, ഗൾഫിൽ പോയാലേ എന്തെങ്കിലും സെറ്റാവും എന്നുള്ള രീതിയിൽ എന്നോട് സംസാരിച്ചു. അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ ഇതിനുള്ള നോക്കിക്കൂടെ എന്ന് പറഞ്ഞപ്പോൾ ഹസ്ബൻഡിന് താല്പര്യമില്ല പോകാൻ. അപ്പം പിന്നെ ഞാനെങ്ങനെ പറഞ്ഞേക്കാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നിങ്ങളെ പ്രശ്നങ്ങൾ മാറാനല്ലേ എനിക്ക് ആ ഷെഡിൽ ഞാൻ പറഞ്ഞില്ലേ ആ ഷെഡിൽ നിന്ന് മാറി താമസിക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അതെ, പക്ഷെ അത് ഞാൻ മാത്രം വിചാരിച്ചാൽ നടക്കുന്ന കാര്യമില്ലല്ലോ. അപ്പോൾ ഹസ്ബൻഡ് പോവുകയാണെങ്കിൽ തന്നെ ഈ വീടിന് ഇപ്പോൾ നിൽക്കുന്ന ഷെഡിന് ഒരു അടിച്ചുറപ്പില്ല, അപ്പം എന്തെങ്കിലും ആക്കി ആ വീട്ടിൽ ഒരു റൂമെങ്കിലും വൃത്തിയാക്കിയിട്ട് അതിലേക്ക് മാറാൻ ശ്രമിക്കണം, അങ്ങനെ പോകാൻ പ്ലാൻ ഉണ്ടെങ്കിൽ എന്നുള്ള രീതിയിൽ പറഞ്ഞു. Should I be nervous about this? It looks like your SRS airbag light is on. It's best to get that checked out by a mechanic as soon as possible to make sure your airbags will work properly if you need them. Glad I asked. അപ്പോൾ പിന്നെ ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ എപ്പോഴും ഒരു സങ്കടം തയ്ച്ച രീതിയിലുള്ള സംസാരങ്ങളായിരിക്കും. എപ്പോഴും എന്തിനൊക്കെ ആഗ്രഹിച്ച് എവിടെ എത്താൻ പറ്റാത്ത, പക്ഷെ ഒരിക്കലും ഒരു ഹസ്ബൻഡിൻ്റെ കുറ്റം അവൾ പറഞ്ഞിട്ട് ഞാൻ കേട്ടില്ല കേട്ടോ. അല്ലെ ഹസ്ബൻഡ് ചെയ്തു. ഹസ്ബൻഡ് മൊത്തത്തിലൊരു സൈലൻറ്റ് പേഴ്സൺ ആയിട്ട് എനിക്ക് തോന്നി. കാരണം നമ്മളൊരു വോയിസ് എടുക്കുമ്പോൾ പോലും അല്ലെങ്കിൽ അവിടുന്ന് പോലും അങ്ങനെ പോലും ഒരു സൗണ്ട് ഞാൻ കേട്ടിട്ടോ അറിഞ്ഞിട്ടോ ഒന്നുമില്ല. അപ്പം ഞാനിങ്ങനെ എനിക്ക് നിങ്ങൾ പറഞ്ഞത് ഞാൻ കണക്ട് ചെയ്തപ്പോൾ എനിക്ക് തോന്നി സിസ്റ്ററിലായിരിക്കും അവളുടെ ഇഷ്യൂ എന്നുള്ളത്. കാരണം ഞാൻ ഇങ്ങനെ മോൻ പറഞ്ഞ വോയിസും അതേപോലെ അവൾ പണിയെടുക്കാൻ പോയ രീതിയിലൊക്കെ പറഞ്ഞ സമയത്ത് നിങ്ങൾ പറഞ്ഞ വോയിസിലൂടെ തൊട്ട് ഞാൻ കണക്ട് ചെയ്തു. അത് ശരിയാവാം ശരിയാണ്. പിന്നെ അതുപോലെ എന്നോട് ഞങ്ങൾ രണ്ടുപേരെയും കോമണായിട്ട് അറിയുന്ന ഒരാളെന്നോട് പറഞ്ഞു ഈ ശേല ഒന്നിൽ വരില്ല, അപ്പോൾ ഒരു കുറ്റപ്പെടുത്തുന്ന രീതിയിലൊന്നും വരില്ല, പഴയ പോലെ അല്ല, എല്ലാത്തൊന്നും മാറി നിൽക്കും, മേ ബി പിശുക്ക് കൊണ്ടാവാം എന്നൊക്കെ ഉള്ള രീതിയിൽ പറഞ്ഞു. ഞാൻ പറഞ്ഞു അതൊരിക്കലും അങ്ങനെയല്ല, ഓരോരുത്തരുടെ ലൈഫിൻ്റെ സിറ്റുവേഷനും ഓർക്ക് അറിയുമ്പോൾ നമ്മൾ പുറത്തുനിന്ന് കാണുന്നവർക്ക് അറിയില്ലല്ലോ. അങ്ങനെ പറഞ്ഞു എന്തെങ്കിലും വിഷയം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അവളുടെ ലൈഫ് ഞാനായിട്ട് പറയാനാ ഞാൻ ഒരു ഫുൾ ഓഡിയോ നിങ്ങൾക്ക് കേൾപ്പിച്ച് തന്നതാണ്. ഞാൻ ഇതിങ്ങനെ മുറിച്ച് വെച്ചിട്ട് ഇതിനെപ്പറ്റി ഇങ്ങനെ അറവും മുറിവും സംസാരിക്കാൻ ഞാൻ പേഴ്സണലി ആഗ്രഹിക്കുന്നില്ല. കാരണം അവർക്കേ അറിയൂ അവരെന്താണ് അനുഭവിച്ചത്, അവരെന്തിൽ കൂടിയാണ് കടന്നു പോയത് എന്നുള്ളത്. അപ്പം ആദ്യം തന്നെ എനിക്ക് ഈ ഓവറോളായി വിഷയത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞത് വീണ്ടും റിപ്പീറ്റഡ് പറയുകയാണ്. എന്തൊക്കെ പ്രശ്നത്തിൻ്റെ പുറത്താണെങ്കിലും വേറൊരുത്തൻ്റെ കൂടെ ഒളിച്ചോടി പോയതിനെ എനിക്കൊരിക്കലും യോജിക്കാൻ സാധിക്കില്ല. രണ്ടാമത്തെ ഒരു കാര്യം, ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് റൈറ്റായിട്ട് എടുക്കാൻ പറ്റുന്ന ഡിസിഷൻ എന്താണെന്ന് വെച്ചാൽ ഒന്ന് ഹസ്ബൻഡിനെ വിളിച്ചിട്ട് കാര്യങ്ങളെല്ലാം പറയാം. നാത്തൂനും അമ്മയും എൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്, എനിക്കിത് പറ്റില്ല എന്ന് പറയാം. അത് ഹസ്ബൻഡിന് മനസ്സിലാവാണ്ട് വന്നാൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. നിങ്ങളുടെ വീട്ടുകാർക്ക് മനസ്സിലാവാണ്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പോലീസ് സ്റ്റേഷനിലോ ലീഗൽ സംവിധാനത്തിലോ പോവുക, ലീഗൽ സർവീസിൽ പോവുക, അറിയുന്ന ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോവുക, ഏതെങ്കിലും സെൻറ്റേഴ്സ് കണ്ടുപിടിക്കുക, സ്റ്റേ ചെയ്യുക എന്നുള്ളൊരു സാധനമാണ്. അല്ലാണ്ട് അതിന് ഒളിച്ചോടിപ്പോലോ അല്ലെങ്കിൽ ജീവൻ ഇല്ലാണ്ടാക്കുന്നതോ എനിക്കൊട്ടും 1% പോലും യോജിക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല. പിന്നെ മനസ്സിലാക്കേണ്ടത് കല്യാണം എന്ന് പറയുന്ന ഒരു കുട്ടിക്കളിയല്ല, അതിന് അതിൻ്റെതായ പവിത്രതയുണ്ട്. ആ പവിത്രത അക്സെപ്റ്റ് ചെയ്യാനും ആ പവിത്രതയിൽ കൂടെ പോകാനും പറ്റുന്ന ആൾക്കാർ മാത്രം കല്യാണം കഴിക്കുക. അതിന് പറ്റില്ലെങ്കിൽ കല്യാണം കഴിക്കരുത്. അതിൻ്റെ പേരിൽ എന്ത് പ്രതിഷേധം ഉണ്ടായാലും നിങ്ങളത് കാണിക്കുന്നതിന് ഒരു തെറ്റുമില്ല. പിന്നെ കല്യാണം എന്ന് പറഞ്ഞാൽ അവിടെ അഡ്ജസ്റ്റ്മെൻറ്റ് എന്തായാലും വേണം, അണ്ടർസ്റ്റാൻഡിങ് എന്തായാലും വേണം. കാരണം ഈ അണ്ടർസ്റ്റാൻഡിങ്ങും അഡ്ജസ്റ്റ്മെൻറ്റും എല്ലാവരും പറയും അണ്ടർസ്റ്റാൻഡിങ് മതി അഡ്ജസ്റ്റ്മെൻറ്റ് വേണ്ട, അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. അഡ്ജസ്റ്റ്മെൻറ്റ് വേണം. കാരണം ഒരു പെൺകുട്ടി അവളുടെ എൻ്റെ വീട്, എൻ്റെ ലൈഫ്, എൻ്റെ അമ്മ, എൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ അത് അവർ മാത്രമാണ്. ഞാനിവിടുന്ന് വേറൊരാളെ കല്യാണം കഴിച്ച് പോകുമ്പം ഒരിക്കലും എൻ്റെ അമ്മേനെ അവിടെ കാണാനോ എൻ്റെ അച്ഛനെ അവിടെ കാണാനോ അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ കിട്ടിയൊരു ഫ്രീഡോ എൻ്റെ വീട്ടുകാരുടെ ഒരു സ്റ്റൈലോ കാണണമെന്നില്ല. ഇപ്പോൾ ചില ക്ലയൻസൊക്കെ എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുന്നേക്കാം, എൻ്റെ വീട്ടിലാകുമ്പോൾ ഞങ്ങളൊരു 8 മണിയൊക്കെ ആകുമ്പോൾ ഫുഡ് കഴിച്ച് തുടങ്ങും, മൂപ്പര് വീട്ടിലാകുമ്പോൾ 10 മണി 11 മണിക്കാണ് ചോറും ഇത് ഒരു അറേഞ്ച്മെൻറ്റും ഇല്ല. ഇങ്ങനെ കുഞ്ഞു മൈന്യൂട്ട് കാര്യങ്ങൾ വരെ സ്ത്രീകളെ ഭയങ്കര ഡിസ്റ്റർബ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾ വേറൊരു ഫാമിലിയിലോട്ട്, വേറൊരു ലൈഫിലോട്ട്, വേറെ കുറേ വ്യക്തികളുടെ കൂടെ ജീവിക്കാൻ പോകുമ്പം അവിടെ ഈ ഡിഫറൻസസുകളെ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ മാത്രം പോവുക. ആൻഡ് കല്യാണത്തിന് മുമ്പ് സ്ത്രീകൾക്കാണെങ്കിലും പുരുഷന്മാർക്കാണെങ്കിലും നന്നായി സംസാരിക്കാൻ, ഓപ്പണായി സംസാരിക്കാൻ, കാര്യങ്ങൾ പറയാനുള്ളൊരു സ്പേസ് വേണം. ഇപ്പം ഇനി അങ്ങോട്ട് നടന്ന കാര്യങ്ങളിലൊന്നും നമുക്ക് മാറ്റാൻ പറ്റില്ല.
നിങ്ങൾ സാഹചര്യം മനസ്സിലാക്കി, സിറ്റുവേഷൻ മനസ്സിലാക്കി, അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ജീവിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളൊരു സാധനം മാത്രമേ ഉള്ളൂ. അഡ്ജസ്റ്റും അണ്ടർസ്റ്റാൻഡും ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. ഇനി അങ്ങോട്ടുള്ള കുട്ടികളെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാം. നിങ്ങളൊരിക്കലും കല്യാണം എന്ന് പറഞ്ഞാൽ ഹൽദി, ഫോട്ടോഷൂട്ട്, ബ്രൈഡ് ടു ബി, ഹണിമൂൺ കരുതരുത്. ഇതിന് വലിയൊരു റിയാലിറ്റി ഉണ്ട്, വലിയൊരു ലോകമുണ്ട്. അവിടെ കുറേ അഡ്ജസ്റ്റ്മെൻറ്റും റിയലൈസേഷനും അണ്ടർസ്റ്റാൻഡിങ്ങും ഫ്രീഡം കുറവും മാറ്റവും ഒക്കെ ഉണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി സോഷ്യൽ മീഡിയയിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ഡിപ്രഷൻ എന്താ പറയുക? പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ. പണ്ട് എത്ര ആൾക്കാർക്ക് പ്രസവിച്ച് കടന്നിട്ട് ഇവർക്ക് ആർക്കും ഈ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ ഉണ്ടായിരുന്നോ? അവർക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അത് ഇങ്ങനെ അങ്ങ് പോയി. എന്നാൽ ഇന്ന് പലരും ഇത് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് അത് റിയലൈസ് ചെയ്ത് അത് അക്സെപ്റ്റ് ചെയ്യാൻ എടുക്കുന്നൊരു ടൈമിംഗ് ഉണ്ട്. അപ്പം അതാണ് ഞാൻ പറഞ്ഞത്, അതാണ് ഇന്നത്തെ ഒരു ലൈഫ്. പിന്നെ കുറേ സഹിക്കുക, ക്ഷമിക്കുക എന്ന് പറയുന്ന ഇമോഷൻസൊക്കെ ഇന്ന് കുറവാണ്. ഇങ്ങോട്ടില്ല അങ്ങോട്ടില്ല, അങ്ങോട്ട് വേണ്ട ഇങ്ങോട്ട് വേണ്ട, ഇങ്ങനത്തെ ഒരു കോൺസെപ്റ്റാണ്. പിന്നെ വേലി ചാടാനും വേലി ചാടിപ്പിക്കാനും പ്രലോഭിപ്പിക്കാനും വീഴ്ത്താനും സ്നേഹം കാണിക്കാനും പുഞ്ചിരി ഡയലോഗ് കൂടെ നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഈ മെസ്സേജ് കൂടിയുള്ള ഈ പുഞ്ചിരി ഡയലോഗും കാണുമ്പോഴുള്ള ഒലിപ്പിക്കലും ഒന്നുമല്ല സ്നേഹം. നമ്മളായി അംഗീകരിച്ച് നമ്മളായി അക്സെപ്റ്റ് ചെയ്ത് നമ്മളുടെ കൂടെ നിൽക്കുന്ന എല്ലാമാണ്. ബാക്കിയുള്ളതൊക്കെ ഒരു ബാഹിക അല്ലെ വേറെ പല ഫാക്ടേഴ്സ് കൊണ്ടാണ്. പിന്നെ സ്ത്രീകളുടെ ഒരു വേ ഓഫ് ലവ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ എക്സ്പ്രസീവാണ്. ഇമോഷൻസ് കുറച്ച് എക്സ്പ്രസ് ചെയ്യുക, ഹോൾഡ് ചെയ്യുക, ചേർത്ത് നിർത്തുക, പിടിക്കുക, റൊമാൻറ്റിക് എന്നാണ്. പുരുഷന്മാരെ സംബന്ധിച്ച് ഈ സാധനങ്ങളൊക്കെ ലവിൻ്റെ ഒരു ഇനീഷ്യൽ ടൈമിൽ ഉണ്ടാവുമെങ്കിലും അത് കഴിഞ്ഞാൽ ഗ്രാജുവലി അവരുടെ ഉത്തരവാദിത്വം, റെസ്പോൺസിബിലിറ്റീസൊക്കെ അവർ ഓട്ടോമാറ്റിക്കലി ഇതൊന്ന് കുറപ്പിക്കും. അപ്പം എൻ്റെ ഭർത്താവ് എനിക്ക് സ്നേഹം തരുന്നില്ല, എൻ്റെ ഭർത്താവ് എനിക്ക് കെയർ അല്ല. ഭർത്താവ് നിങ്ങൾക്ക് നല്ലൊരു സൗകര്യം, നിങ്ങൾക്ക് വീട്, നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ പഠിപ്പ്, വിദ്യാഭ്യാസം, ഭക്ഷണം ഇതൊക്കെ കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ളതും കൂടെ നിങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. ഭർത്താവിന് വേണ്ടത് എന്താണെന്നുള്ളത് ഭാര്യയും, ഭാര്യയ്ക്ക് വേണ്ടത് എന്താണെന്നുള്ളത് ഭർത്താവും മ്യൂച്വലി അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിച്ചാൽ മാത്രമേ ഒരു ബന്ധം ഫ്രണ്ടിലോട്ട് നല്ല രീതിയിൽ പോകും. മേ ബി ഈ ഹസ്ബൻഡ് ചിലപ്പം ഗൾഫിലായതുകൊണ്ട് തന്നെ ഈ ലേഡിക്ക് സാറ്റിസ്ഫൈ ചെയ്യേണ്ട പല ഇമോഷൻസും സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടാവില്ല. ഈ ലേഡിക്ക് ഇങ്ങനെ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ അമ്മായിയമ്മ പോരും അതും ഇതും എല്ലാം അനുഭവിച്ച് ഒന്നും പറ്റാണ്ട് ഇങ്ങനെ നിൽക്കുക, കൂടെ ഭർത്താവും ഇല്ല, വേണ്ട ഒരു ഇമോഷനും കിട്ടാണ്ട് വന്ന സമയത്ത് ഇത് അറിഞ്ഞുകൊണ്ട് വീഴുന്ന ചങ്ങായിമാരുണ്ടാവും. അവൻ കയറിയിട്ട് ഇവക്ക് വേണ്ട സപ്പോർട്ടും അമ്മായിയമ്മേനെ 4 കുറ്റവും പെങ്ങളെ 4 കുറ്റവും, ഞാൻ നിന്നെ നോക്കിക്കോളാം പുന്നാരെ, നീ എന്തൊരു ഭംഗിയാടി, ഈ ചുരിദാർ എന്ത് രസാടി, ഈ മാല എന്ത് രസാടി, ഈ കമ്മൽ എന്ത് രസാടി, നീ വാടി, നിനക്ക് ഞാൻ ഐസ്ക്രീം വാങ്ങിത്തരാം, തേങ്ങ വാങ്ങിത്തരാം എന്നൊക്കെ പറയുമ്പോഴേക്ക് അയ്യോ അതാണ് ട്രൂ ലവ്, ഹീ ഈസ് ദ ഹാർട്ട് ഓഫ് മൈ വേൾഡ് എന്നല്ല കരുതണ്ടേ. നിങ്ങളുടെ ഭർത്താവാണ് ഇങ്ങനെ നിങ്ങളിരിക്കെ ചെയ്തെങ്കിൽ നിങ്ങൾക്ക് എത്ര പെയിൻ ഉണ്ടാവും. ഇപ്പോൾ ഒരു ഭാര്യൻ്റെയും 3 കുട്ടികളുടെയും ആണുങ്ങളാണ് എന്നോട് ഇത് ചെയ്യുന്നത് എന്ന് എന്തുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റില്ല? ലവ് മേക്ക് സെൽഫിഷ്. പക്ഷേ ലവ് ഒരു ആളെ മനുഷ്യപ്പറ്റില്ലാത്ത പോലെ ആക്കുമോ എന്നുള്ളതാണ് ഞാൻ സീരിയസ്ലി വെൻ ഐ സോ ദിസ് വീഡിയോ എൻ്റെ മനസ്സിൽ വന്നത്. ഞാൻ ഈ എക്സ്പ്ലനേഷൻ വീഡിയോ ഡാനി സത്യൻ എന്ന് പറയുന്ന ആളുടെ ചാനലിൽ ഞാൻ കണ്ടു. ഞാൻ ഒരുപാട് നേരം ഇരുന്ന് ഈ വീഡിയോ കണ്ട് ഒരുപാട് ഞാനിരുന്ന് കേട്ട് ഞാനിങ്ങനെ ആലോചിച്ചു എന്താ സംസാരിക്കേണ്ടത്, എങ്ങനെയൊക്കെ സംസാരിച്ചാലും കണക്കിപ്പോൾ പറയുന്ന പോലെ അങ്ങോട്ട് തിരിച്ചിട്ടാലും ഇങ്ങോട്ട് തിരിച്ചിട്ടാലും കൂട്ടിയാലും ഗുണിച്ചാലും ഇനി ഹരിച്ചാലും എന്ത് ചെയ്താലും അറ്റ് ലാസ്റ്റ് ഷെഹല ഷെറീൻ വാട്ട് യു ഡിഡ് വാസ് കംപ്ലീറ്റ്ലി റോങ്. ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ യുവർ ലൈഫ്. നിങ്ങൾ ഒരിക്കലും ഇപ്പോഴത്തെ ജനറേഷനല്ല, പണ്ടത്തെ ജനറേഷനിലുള്ള ആൾക്കാർ എത്ര പേര് അധ്വാനിച്ച് ജീവിക്കുന്നുണ്ട്. പഠിച്ചുള്ള അധ്വാനം മാത്രമല്ല, നമുക്ക് നമ്മളെ കൊണ്ട് തുന്നിയിട്ടും അതാക്കിയിട്ടും ഇതാക്കിയിട്ടും ബിസിനസ് തുടങ്ങിയിട്ടും വെഞ്ചൂർ തുടങ്ങിയിട്ടും നമുക്ക് പൈസ ഉണ്ടാക്കാം. നമ്മൾ സ്ട്രോങ് ആവണം, നമ്മൾ ബോൾഡ് ആവണം. ആൻഡ് പ്രോബ്ലംസ് ഒരിക്കലും ഇങ്ങനത്തെ ഡിസിഷനുകൾ കുറച്ചും കൂടെ വൈസായി തിങ്ക് ചെയ്യുക, വൈസായി ഡിസിഷൻ എടുക്കുക. അല്ലാണ്ട് ഒരിക്കലും ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് എങ്ങനെയാണ് എന്താ ഇതിന് പറയേണ്ടതെന്ന് പോലും എനിക്കൊരു ഐഡിയ കിട്ടുന്നില്ല. ഞാൻ ഈ വീഡിയോയിൽ കണ്ടൊരു സാധനമാണ്, അവൾ നല്ല കുടുംബിനിയാണ്, അവൾ മക്കളെ നന്നായി നോക്കും, അവൾ ഭർത്താവിനെ നോക്കും, എല്ലാം അനുസരിച്ച് നിന്നു. അവളങ്ങനെ ചെയ്തു. ഒരു കുടുംബിനിക്ക് ചെയ്യുന്ന ക്യാരക്ടറല്ല അവൾ കാണിച്ചേ, ഒരു കുടുംബിനി ചെയ്യുന്ന ഒരു കാര്യമല്ല അവൾ കാണിച്ചേ, അവൾ ചെയ്തു. ഇനി അവൾ എന്താന്ന് പറഞ്ഞിട്ടും പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. കാരണം ഞാൻ ആ വീഡിയോയിൽ ആ സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കുക, ഇനി എന്ത് കുടുംബിനി, ഇനി എന്ത് ചെയ്ത്, ഇനി ഒരു 100 തവണ അവൾ കുളിച്ച് വന്നാലും ഒളിച്ചോടി പോയി എന്ന് പറയുന്ന പേര് അവളുടെ മുമ്പിൽ നിന്ന് പോവുമോ? ഇപ്പം നിങ്ങൾ ഈ ഫ്രണ്ട് പറഞ്ഞു അവൾ ഇത്രത്തോളം അനുഭവിച്ച കാര്യങ്ങളൊക്കെ 10 മിനിറ്റിലധികം നിങ്ങൾ അവിടെ ഇരുന്ന് ഷെയർ ചെയ്തു. നിങ്ങൾ തന്നെ ഇവിടെ പറയുന്നത് അവൾ ചെയ്ത തെറ്റാണ്. പിന്നെ ഇവിടെ ഈ 10 മിനിറ്റ് അനുഭവിച്ച് പറഞ്ഞ കാര്യങ്ങൾ എന്തേലും ആയോ? കൊല്ലങ്ങളോളം നാത്തുമ്പോര് സഹിച്ചു, കൊല്ലങ്ങളോളം അമ്മായിപ്പോര് സഹിച്ചു, പലതും അവർ പറഞ്ഞിട്ടുണ്ടാവും, ചെയ്തിട്ടുണ്ടാവും, ആക്കിയിട്ടുണ്ടാവും, എന്തും ചെയ്തിട്ടുണ്ടാവും. ഞാൻ സമ്മതിക്കുന്നു, ഞാൻ അഡ്മിറ്റ് ചെയ്യുന്നു. പക്ഷേ ഇപ്പോൾ അവൾ ഒളിച്ചോടുക എന്നൊരു തീരുമാനം അവൾ എടുത്തു. ഒളിച്ചോടി അവൾ എന്ത് ചെയ്തു? ചെയ്യും. ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട്
അവളാ പറഞ്ഞതിനെ ന്യായീകരിക്കാൻ പറ്റുമോ? ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റില്ല. ഒരിക്കലും എന്ന് വെച്ചാൽ ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റില്ല. ഇതാണ് നമ്മളുടെ ലൈഫിൽ നമ്മൾ എന്തെങ്കിലും തീരുമാനം എടുക്കുമ്പം ഒന്നല്ല, ഒരു 10 തവണ ആലോചിച്ചാലും കുഴപ്പമില്ല. ആലോചിച്ച് മാത്രം തീരുമാനം എടുക്കുക. ഇല്ലെങ്കിൽ ഇതാവും അവസ്ഥ. സോ ഞാൻ ഈ വീഡിയോ ഇട്ടത് ഞാൻ ഒരിക്കലും ഷൈലേൻ്റെ സൈഡിൽ നമ്മൾ കേട്ടില്ല എന്നൊരു കാര്യം പറയരുത്. ഷൈലേൻ്റെ സൈഡ് കേട്ടു. ഷൈലയ്ക്ക് പറയാനുള്ള കാര്യങ്ങൾ, ഷൈലേൻ്റെ ഫ്രണ്ട് വഴി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ ഇടുന്നുണ്ട്. ഇതൊക്കെ കേൾക്കൂ, മനസ്സിലാക്കൂ. എൻ്റെ വീഡിയോ കണ്ടിട്ടില്ല, നിങ്ങൾ പറയൂ ഇവിടെ ആരുടെ ഭാഗത്താണ് നിങ്ങളെന്ന്. ഓക്കെ, സോ വീഡിയോ കാണുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, ടേക്ക് എ മൊമെന്റ് ടു കമൻറ്റ്. ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ബൈ. അടുത്ത വീഡിയോ വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം അമി ആൻഡ് ഫിൽറ്റർ.